നമസ്കാരം, ഞാൻ നജീബ് ഓടുതല. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് വാ. നമ്മളിവിടെ ബട്ടർ ചിക്കനെ ഒരു കോഴിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 2 കിലോത്തിൻ്റെ ഒരു കോഴിയാണേ. അതിനൊരു 1,250 മീറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു കോഴിയുടെ ഫുൾ മീറ്റ് എടുത്തിട്ടുണ്ടേ. ആദ്യം തന്നെ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതിൻ്റെ മസാല പുരട്ടി വെക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 3 ടേബിൾ സ്പൂൺ തൈര്, ഒരു 1.25 ടീസ്പൂൺ പൊടിയുപ്പ്, 1 നാരങ്ങയുടെ നീര് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടൊരു 1/4 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ടാണ് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളേ. അപ്പോൾ മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിക്കുവേ. ചിക്കൻ്റെ മസാല പിടിക്കുന്ന സമയത്ത് നമുക്ക് അരിയാനുള്ളതൊക്കെ അരിഞ്ഞെടുക്കാവേ. ഞാനിവിടെ ഒരു 400 ഗ്രാം സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 1/2 കിലോ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ മഴക്കാറും വെക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചിക്കൻ മസാല പിടിക്കാൻ വെക്കാനുള്ള ടൈമില്ല കേട്ടോ. ചിലപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഫ്ലോപ്പാവും. അതുകൊണ്ട് നമ്മളെ ഒരു 5-10 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. എന്തായാലും ഫ്രൈ ചെയ്ത് പെട്ടെന്ന് വീഡിയോ തീർക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. അങ്ങനെ പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ, സുഹൈലേ അതേ വരുന്നുണ്ടാ ഇല്ലേ, വന്നതാണ് മഴ. അപ്പോൾ എന്തായാലും ഇനി ചിക്കൻ റെസ്റ്റ് ചെയ്യേണ്ടി വരും. കറക്റ്റ് റെസ്റ്റ് ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കും കേട്ടോ നമ്മുടെ മഴ. അങ്ങനെ ഒരു നല്ല മഴ കിട്ടി കേട്ടോ. അപ്പോൾ ഒരു 3/4 മണിക്കൂറോളം നമുക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഒരു നോർമൽ തീയിലേ നന്നായിട്ട് ഫ്രൈ ആവരുത്, ജസ്റ്റ് ഒന്ന് വെന്താൽ മതി കേട്ടോ. ഈ സൈഡിലൊന്ന് വേവായി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് പിന്നെ വേവിക്കാവേ. ഞാൻ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അധികം മൂക്കാതെ സെറ്റായിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് എടുത്ത് മാറ്റാം. അടുത്ത ചിക്കൻ കൂടി നമുക്ക് അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ആ ബട്ടറിൽ തന്നെ ഉണ്ടല്ലോ, ഇനി നമുക്ക് ഗ്രേവി സെറ്റാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
അതിൻ്റെ പച്ചമണം ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 സവോള, അതായത് ഒരു 400 ഗ്രാം സവോള. ഉള്ളി ബട്ടർ മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ, എന്നാലല്ലേ ബട്ടർ ചിക്കൻ ആവുള്ളൂ. ഇതിലേക്ക് 2 ടീസ്പൂൺ കല്ലുപ്പ് കേട്ടോ. സവാള വാടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 7 കാശ്മീരി മുളക് കേട്ടോ, പിരിയ മുളക്, അത് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ സവാള നന്നായിട്ട് വാടിക്കഴിഞ്ഞിട്ട് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇത് മുളകായതുകൊണ്ട് നമ്മൾ നേരത്തെ സവാളയുടെ കൂടെ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 5 പച്ചമുളക് അരിഞ്ഞത് കേട്ടോ. സവാള ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കേട്ടോ, ഒരു 600 ഗ്രാം ഓളം തക്കാളി ഉണ്ട് കേട്ടോ. ഇതിലേക്ക് വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പാണ് കേട്ടോ, എണ്ണയിൽ വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പാണ്. അതൊരു പിടിയേ. വറുത്ത് കോരി കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അങ്ങനെ ഏകദേശം നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി എല്ലാം നന്നായിട്ട് വാടി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് കേട്ടോ. പൊത്തിനൊപ്പം പരുവത്തിൽ വെള്ളം നിർത്തുക. ഈ പരുവത്തിൽ നിർത്തിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി കേട്ടോ, അതുകൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് നല്ല വേവിച്ചെടുക്കണം. എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞ് നന്നായിട്ട് മിക്സിയിൽ അരക്കണം. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിക്കാം. ആഹാ, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ നല്ല സെറ്റായി കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആറിക്കഴിഞ്ഞ് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇനി അരച്ച് കഴിഞ്ഞ് കാണാവേ. അങ്ങനെ അരച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല പെഷൻ കളറൊക്കെ ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ കറക്റ്റ് കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നല്ല ക്രീമി ആയിട്ടിരിക്കണമെങ്കിൽ ഒരു തരി പോലും ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് അരിക്കാവേ. ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം. അരിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി തീ കൊടുത്തിട്ടുണ്ടേ, നന്നായിട്ടൊന്ന് നമുക്കൊന്ന് തിളപ്പിക്കാവേ. ബട്ടർ ചിക്കനിൽ ലേശം മധുരം ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പഞ്ചസാര ഒഴിവാക്കാവേ. പിന്നെ തേനാണെങ്കിൽ നമുക്ക് വീടുകളിലൊക്കെ ആണെങ്കിൽ തേനാണെങ്കിൽ ചേർക്കാവേ. തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തെറിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് വളരെ സൂക്ഷ്മതയോടെ തന്നെ നോക്കണം കേട്ടോ. കണ്ണിലേക്കൊന്നും വീഴരുത് തെറിച്ച്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടാവേ. കുറച്ച് നേരം അങ്ങനെ കിടന്ന് ആ ഗ്രേവിയും നമ്മുടെ ചിക്കനും തമ്മിലൊന്ന് യോജിക്കട്ടെ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ കേട്ടോ. ബട്ടർ വരുമ്പോഴാണ് പിന്നെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ആഹാ, അവിടെ കിടന്ന് മെൽട്ടാവട്ടെ. ഇനി അതിലേക്ക് ഫ്രഷ് ക്രീം കേട്ടോ, 1 കപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആഹാ, നല്ല പൊളപ്പം സാധനമായിട്ട് കിടക്കണേ. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കേട്ടോ, കുറച്ച് കസൂരി മേത്തി കേട്ടോ, അതായത് ഉലുവാട ഇല. ഈ ഫ്രഷ് ക്രീമൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലുണ്ടാകും കേട്ടോ. അപ്പോൾ തീ ഓഫ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ
ബട്ടർ ചിക്കൻ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ പൊറോട്ട ആയിട്ട് ഒരു പിടുത്തം പിടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. പുറത്ത് നല്ല മഴ, പൊറോട്ടയും ബട്ടർ ചിക്കനും സുലൈമാനി. ആഹാ, ഉളപ്പ സാധനം കേട്ടാ. ആ ഗ്രേവി മതി അല്ല പറഞ്ഞു, ഗ്രേവി മാത്രം മതി. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. അതുവരെ നന്ദി, നമസ്കാരം.